ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് റേഷ്യോസ് ആണ് പറഞ്ഞത്. അതിൽ പറഞ്ഞിരുന്നത് മേജർ classification according to financial statements and classification according to nature or functions ആണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഈ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻസ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ പറയുന്നതായിരുന്നു ലിക്വിഡിറ്റി റേഷ്യോസ്, ലീവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആൻഡ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അതുള്ള ഫസ്റ്റ് റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോസ് ഓർ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ്. നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്താണ്, ദിസ് റേഷ്യോസ് മെഷേഴ്സ് ഷോർട്ട് ടേം സോൾവൻസി ഓർ ലിക്വിഡിറ്റി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ലിക്വിഡിറ്റി റേഷ്യോസിലൂടെ മെഷർ ചെയ്യുന്നത്. അതിൽ ലിക്വിഡിറ്റി എന്നുള്ള ദ ടേം ലിക്വിഡിറ്റി റെഫേഴ്സ് ടു ദ ഫേംസ് എബിലിറ്റി ടു പേ ഇറ്റ്സ് കറൻറ്റ് ലാബിലിറ്റീസ് ഔട്ട് ഓഫ് ഇറ്റ്സ് കറൻറ്റ് അസറ്റ്സ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ കറൻറ്റ് അസറ്റ്സിൽ നിന്ന് കറൻറ്റ് ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. Liquidity refers to the firm's ability to pay its current liabilities out of its current assets. Then liquidity ratios. These are used to measure the liquidity position or short term financial position of a firm. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ദീസ് റേഷ്യോസ് ആർ യൂസ്ഡ് ടു അസസ് ദ ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ഓഫ് എ ഫേം. അതായത് നമ്മളുടെ സൺട്രി ക്രെഡിറ്റേഴ്സൊക്കെ ഇല്ലേ, നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്, അപ്പോൾ അത് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മളുടെ അടുത്ത് ഡെപ്റ്റേഴ്സൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മളുടെ കയ്യിൽ അവിടെ കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? ദാറ്റ് മീൻസ് നമ്മുടെ കറൻറ്റ് അസറ്റ്സ് എപ്പോഴും കറൻറ്റ് ലയബിലിറ്റിയേക്കാൾ ഒരു പൊടി മുന്നിലായിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷോർട്ട് ടേം ഡെപ്റ്റ്സ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോസിലൂടെ. These ratios are highly useful to creditors and commercial banks that provide short-term credit. അതായത് ബിസിനസ് പീപ്പിളിന് ഷോർട്ട് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർ യൂസ്ഫുൾ ആവുന്നത് ആർക്കാണ്, ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനുമാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ് പീപ്പിൾസ് കുറച്ച് ഷോർട്ട് പീരീഡിലേക്കൊക്കെ ലോണായിട്ട് എടുക്കാറുണ്ട്. അപ്പം അവർക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നറിയണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോസ്, അവരുടെ ലിക്വിഡിറ്റി റേഷ്യോ മെഷർ ചെയ്താൽ മതി. കാരണം കറൻറ്റ് അസറ്റിന് കറൻറ്റ് ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അതായത് ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി പർട്ടിക്കുലർ ഫേമിനുണ്ടോ എന്നുള്ളത് അറിയാൻ ഏത് റേഷ്യോയിലൂടെ സാധിക്കും, ലിക്വിഡിറ്റി റേഷ്യോസിലൂടെ കഴിയും. ഓക്കെ, ദെൻ ഈ ലിക്വിഡിറ്റി റേഷ്യോസിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ലിക്വിഡിറ്റി റേഷ്യോസ് ആർ കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ. ഇത്രയും റേഷ്യോസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാറിപ്പോവരുത്. അക്കോർഡിംഗ് ടു ഫങ്ഷൻ ഓർ നാച്ചർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്, ലീവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആൻഡ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അതിൽ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് പറയുന്നത്. ലിക്വിഡിറ്റി റേഷ്യോസ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഈ ലിക്വിഡിറ്റി റേഷ്യോസിൽ അണ്ടറിൽ വരുന്ന റേഷ്യോസ് ആണ് കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ എക്സെട്ര. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് റേഷ്യോ നോക്കാം, കറൻറ്റ് റേഷ്യോ. It is the most common ratio for analyzing liquidity or short-term financial position. ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി അനലൈസ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറൻറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കറൻറ്റായിട്ട് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ പറയുന്ന രണ്ട് ഐറ്റംസ്, കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പം ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് ആൻഡ് ടോട്ടൽ കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കറൻറ്റ് അസറ്റ്സ് ടു കറൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് ആൻഡ് ടോട്ടൽ കറൻറ്റ് ലയബിലിറ്റി. അപ്പോൾ റേഷ്യോ അനാലിസിസിൽ നമ്മൾ
കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റിൻ്റെയും അതുപോലെ തന്നെ ടോട്ടൽ കറണ്ട് ലാബിലിറ്റീസിൻ്റെയും റിലേഷൻഷിപ്പാണ് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ദെൻ കറണ്ട് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഓർ ബാങ്കേഴ്സ് റേഷ്യോ. കറണ്ട് റേഷ്യോ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ, അതുപോലെ തന്നെ ബാങ്കേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ് ടു കറണ്ട് ലാബിലിറ്റിയാണ്. കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ കറണ്ട് റേഷ്യോയിലൂടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്. നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റ്സും തരും, ടോട്ടൽ കറണ്ട് ലാബിലിറ്റിയും തരും. അതിൽ നിന്ന് ടോട്ടൽ കറണ്ട് അസറ്റ്സിനെ ടോട്ടൽ കറണ്ട് ലാബിലിറ്റിയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, കറണ്ട് റേഷ്യോ ഇസ് എ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് എ ഫേംസ് ടു പേ ഇറ്റ്സ് കറണ്ട് ലാബിലിറ്റീസ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. അതായത് ഇവിടെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ കറണ്ട് ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കറണ്ട് അസറ്റ്സ്, അതായത് ഫേമിനുണ്ടോ അല്ലെങ്കിൽ ഫേമിൻ്റെ എബിലിറ്റിയാണ് കറണ്ട് ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കറണ്ട് റേഷ്യോയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും എപ്പോഴും, ഇപ്പം കറണ്ട് അസറ്റ് 10,000 ആണെങ്കിൽ കറണ്ട് ലാബിലിറ്റി 10,000 ആണെങ്കിൽ എന്താണ്, 1:1 എന്നുള്ളൊരു പ്രൊപ്പോർഷനാണ് അവിടെ വരിക. ആൻസർ എന്തായിരിക്കും, 10,000 ഈസ് ഈക്വൽ ടു 10,000 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ അവിടെ എന്തുകൂടി വേണം, 1:1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് റേഷ്യോ പ്രൊപ്പോർഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ശരിക്കും ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, ഈ 1 എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്, ഈ 1 എന്താണ്, കറണ്ട് ലയബിലിറ്റിയാണ്. ഓരോ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാനും നമ്മളുടെ കയ്യിൽ ഓരോ കറണ്ട് അസറ്റ് ഉണ്ട്, തുല്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നോക്കാനുള്ളത് ഈ ഒരു കറണ്ട് റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ നമുക്ക് കറണ്ട് റേഷ്യോയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ട് റേഷ്യോയുടെ കോമ്പോണൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾക്കിനി പറയാനുള്ളത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, കറണ്ട് ഐറ്റംസ് ആണ് നമ്മൾ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മേജർ കോമ്പോണൻസ് ഓഫ് കറണ്ട് റേഷ്യോസ് ആർ current assets and current liabilities. ഓക്കെ, ഇപ്പോൾ നോക്കാം എന്താണ് കറണ്ട് അസറ്റ്, അതുപോലെ തന്നെ എന്താണ് കറണ്ട് ലയബിലിറ്റി നോക്കാം. കറണ്ട് അസറ്റ്സ് മീൻസ് ക്യാഷ് ഓർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്കത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. Okay, then current liabilities. Current liabilities are those liabilities which are to be repaid within a year. Current liabilities എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനിടയിൽ ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ നമുക്കതിന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അസറ്റ്സിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വർഷത്തിൻ്റെ ഉള്ളിൽ ലാബിലിറ്റി റീപേ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. Current assets means cash or those assets which can be converted into cash within a year, and current liabilities are those liabilities which are to be repaid within a year. ഇപ്പോൾ നോക്കാം, കറണ്ട് റേഷ്യോയുടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സിൽ ഏതെല്ലാം ഐറ്റംസ് വരുന്നുണ്ട് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ ഓർ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഓർ ഇൻവെൻട്രീസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇത്രയും ഐറ്റംസിനെ നമുക്ക് എന്തായിട്ടാണ് പറയുന്നത്, കറണ്ട് അസറ്റ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കറണ്ട് ലാബിലിറ്റീസിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. കറണ്ട് ലാബിലിറ്റീസ് ഇൻക്ലൂഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻഡ് പേയബിൾ ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഇത്രയും ഐറ്റംസ് എന്താണ്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ലാബിലിറ്റിയാണ്. അപ്പോൾ ഈ കറണ്ട് ലാബിലിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മളൊരു വിത്തിൻ ഇയറിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും അവർക്ക് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ലാബിലിറ്റീസാണ് നമ്മൾ ഷോർട്ട് ടേം അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എബോവ് 1 ഇയറിൽ വരുന്നതെല്ലാം നമ്മൾ ലോങ് ടേം ലാബിലിറ്റീസിലായിരിക്കും വരിക.
ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കറൻറ്റ് ലയബിലിറ്റിയെ മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് അസറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കറൻറ്റ് റേഷ്യോയിലൂടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കറൻറ്റ് റേഷ്യോ നോക്കാം. സ്റ്റാൻഡേർഡ് കറൻറ്റ് റേഷ്യോ പറയുന്നത് ജനറലി കറൻറ്റ് റേഷ്യോ ഓഫ് 2:1 ഈസ് കൺസിഡേർഡ് സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ. അതായത് 2:1 എന്നുള്ളൊരു പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 2:1 എന്ന് പറയുമ്പോൾ 2 കറൻറ്റ് അസറ്റ്, ദെൻ 1 എന്ന് പറയുന്നത് കറൻറ്റ് ലയബിലിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിൽ മീൻ ചെയ്യുന്നത് കറൻറ്റ് അസറ്റ് ഷാൽ ബി അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ കറൻറ്റ് ലയബിലിറ്റി. കറൻറ്റ് ലയബിലിറ്റിയേക്കാൾ ട്വൈസ് ആയിരിക്കും എന്ത് കറൻറ്റ് അസറ്റ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കറൻറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ഫേംസ് കപ്പാസിറ്റി ടു പേ ഇറ്റ്സ് കറൻറ്റ് ലയബിലിറ്റീസ് ഇൻ ടൈം. അപ്പോൾ ഇവിടെ ശരിക്കും കറൻറ്റ് റേഷ്യോ മെൻഷൻ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ആ ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ശരിക്കും കറൻറ്റ് റേഷ്യോയിലൂടെ മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ് ശരിക്കും കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ വർക്കിംഗ് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ക്യാപിറ്റലായിട്ടാണ് നമുക്ക് കറൻറ്റ് റേഷ്യോൻ്റെ മെഷർമെൻറ്റിൽ വരുന്നത്. Then it represents the margin of safety or cushion available to creditors. അതായത് ക്രെഡിറ്റേഴ്സിന് നമുക്ക് ക്രെഡിറ്റ് അലോ ചെയ്യാനുള്ള ഒരു മാനദണ്ഡമാണ് ശരിക്കും എന്ത് പറയുന്നത് കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ കറൻറ്റ് റേഷ്യോ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ഫോർ അനലൈസിങ് ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. പിന്നെ നോക്കാം, നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് ഇപ്പം ഒരു പ്രൊപ്പോർഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതെങ്ങനെയാണ് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് കറൻറ്റ് റേഷ്യോ. എ ഹൈ കറൻറ്റ് റേഷ്യോ ഇസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ ഫേം ഈസ് ലിക്വിഡ് ആൻഡ് ഹാസ് എ എബിലിറ്റി ടു പേ ഇറ്റ്സ് കറൻറ്റ് ഒബ്ലിഗേഷൻ ആസ് ആൻഡ് വെൻ ദേ ബിക്കം ഡ്യൂ. അതായത് ഒരു ഹൈ കറൻറ്റ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് എന്താ നല്ലൊരു ലിക്വിഡിറ്റി പൊസിഷൻ തന്നെയാണ്. കാരണം നമുക്ക് കറൻറ്റ് ഒബ്ലിഗേഷൻസ് എന്തായാലും ആ ഒരു ഡ്യൂ ആവുന്ന നമുക്ക് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ ഒരു 2:1 അല്ലെങ്കിൽ 2.5:1 എന്നൊക്കെ നമുക്ക് ഒരു പ്രൊപ്പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് മെൻഷൻ ചെയ്യുക. ബട്ട് എ വെരി ഹൈ കറൻറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ് that too much of money is blocked in current assets, too much cash is idle and too much money is blocked in stocks. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 4:1 അല്ലെങ്കിൽ ഒരു 5:1 അല്ലെങ്കിൽ ഒരു പോട്ടെ 3.5:1 അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു വെരി ഹൈ കറൻറ്റ് റേഷ്യോ ആണ്. അതായത് അതിനർത്ഥം എന്താ വെച്ചാൽ അപ്പോൾ നമ്മളുടെ കയ്യിൽ ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട ക്യാഷ് കുറേ അവിടെ യൂസ് ചെയ്യാതെ വെച്ചതുകൊണ്ടായിരിക്കും, ക്യാഷ് ബാലൻസ് ഒക്കെ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം കറൻറ്റ് അസറ്റ് കൂടുതൽ വന്നിട്ട് കറൻറ്റ് റേഷ്യോയിൽ പ്രൊപ്പോർഷൻ ഹൈ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ സ്റ്റോക്കൊക്കെ കൂടുതൽ വരികയാണെങ്കിൽ ഇപ്പം നമുക്കൊരു വർഷത്തിനിടയിലൊക്കെ നമ്മൾ ശരിക്കും വേണ്ട മിനിമം കോസ്റ്റ് കീപ്പ് ചെയ്താൽ മതി, നമുക്ക് വേണ്ട സ്റ്റോക്ക് എന്ത് ചെയ്താൽ മതി, കീപ്പ് ചെയ്താൽ മതി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു നമുക്കെന്താ ഐഡിയൽ അല്ല. കാരണം ആ സ്റ്റോക്കിൽ ഒരുപാട് ക്യാഷ് അവിടെ എന്താണ് ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എന്താണ് നമുക്കൊരു നമ്മുടെ ഫണ്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. എ വെരി ഹൈ കറൻറ്റ് റേഷ്യോ ഇംപ്ലൈസ് ദാറ്റ് ഫണ്ട്സ് ആർ നോട്ട് പ്രോപ്പർലി യൂസ്ഡ് ഇൻ ദ ബിസിനസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എ വെരി ലോ കറൻറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഈസ് നോട്ട് ഗുഡ് ആൻഡ് ദ ഫേം വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്. അപ്പം അതേപോലെ ഇനിയിപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പം ഒരു 0.75:1 ആണ് എന്ന് വിചാരിക്കും. എപ്പോഴും നമുക്ക് സെക്കൻഡ് അതായത് കിട്ടുന്ന ഇപ്പോൾ നമുക്കൊരു കറൻറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി അല്ലേ കറൻറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക ഒരു ആൻസർ ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഏത് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 അവിടെ സെക്കൻഡ് പോർഷൻ എന്തായിരിക്കും 1 ആയിരിക്കും. ഈ 1 എന്ന് പറയുന്നത് എന്തുമായിരിക്കും, കറൻറ്റ് ലയബിലിറ്റി ആയിരിക്കും. ഫസ്റ്റ് പറയുന്നത് നമ്മൾക്ക് ഡിവൈഡ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലുള്ളതിൻ്റെ പോർഷനാക്കിയിട്ട് കാണാം.
ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം 7.75:1 എന്നുള്ളതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയതെങ്കിൽ ഇവിടെ കറൻറ്റ് ലാബിലിറ്റി 1ഉം കറൻറ്റ് അസറ്റ് 0.75 ആണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ 1 ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള അത്ര എമൗണ്ട് നമ്മളുടെ കയ്യിലില്ല. അത്രത്തോളം നമുക്ക് ഒരു ലാബിലിറ്റി ഉണ്ടായി ആ ഒരു ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ 0.75 കറൻറ്റ് അസറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല എന്നാണ് നമ്മൾ ഈ കറൻറ്റ് റേഷ്യോ പ്രകാരം ആ ഫേമിനെ കുറിച്ച് വിലയിരുത്തുക. അപ്പോൾ എങ്ങനെയാണ് കറൻറ്റ് റേഷ്യോയുടെ ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അയച്ചു തരും, അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം, ആൻസർ നിങ്ങൾ ചെയ്യുക കേട്ടോ. നോക്കുക, എക്സാമ്പിൾ 1 ആണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ കറൻറ്റ് റേഷ്യോ. നിങ്ങളോട് കറൻറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നിട്ടുള്ള ഐറ്റംസ് നോക്കാം. മെഷീനറി 2,50,000, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 2,000, സൺട്രി ഡെപ്റ്റേഴ്സ് 1,67,500, ദെൻ cash in hand and cash at bank 15,500, short term investment 20,000, sundry creditors 1,50,000, then stock 1,45,000, bills payable 38,000, expenses payable 12,000, and last one is long term loans. ഇതിനകത്തുനിന്ന് നിങ്ങൾ കറൻറ്റ് അസറ്റ്സ് ഏതാണെന്നും കറൻറ്റ് ലയബിലിറ്റി ഏതാണെന്നുള്ളതും കണ്ടുപിടിക്കണം ആദ്യം. കറൻറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കറൻറ്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി ആണ്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് കറൻറ്റ് അസറ്റ്സ് അതുപോലെ തന്നെ ഏതൊക്കെയാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. മെഷീനറി അതൊരു ഫിക്സഡ് അസറ്റാണ്, കറൻറ്റ് അസറ്റിൽ വരില്ല. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? കറൻറ്റ് അസറ്റാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് കറൻറ്റ് അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് എന്താണ്? കറൻറ്റ് അസറ്റാണ്. ദെൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? കറൻറ്റ് അസറ്റാണ്. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഐറ്റം എന്താണ്? നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറൻറ്റ് ലാബിലിറ്റിയിൽ വരുന്ന ഐറ്റമാണ് ഈ പറഞ്ഞിട്ടുള്ള സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റോക്ക് കറൻറ്റ് അസറ്റാണ്. ദെൻ ബിൽസ് പേയബിൾ എന്താണ്? കറൻറ്റ് ലാബിലിറ്റിയാണ്. ദെൻ എക്സ്പെൻസസ് പേയബിൾ കറൻറ്റ് ലാബിലിറ്റിയാണ്. ലോങ് ടേം ലോൺസ് ഒരിക്കലും കറൻറ്റ് ലാബിലിറ്റി അല്ല, എന്താണ്? ലോങ് ടേം ലാബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും ഡാറ്റാസ് കൺസിഡർ ചെയ്തിട്ട് ആദ്യം നിങ്ങൾ കറൻറ്റ് അസറ്റ്സിന് ഹെഡിങ് കൊടുക്കുക, കറൻറ്റ് അസറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്യുക. ദെൻ കറൻറ്റ് ലാബിലിറ്റീസ് ലിസ്റ്റ് ചെയ്യുക, എമൗണ്ട് ടോട്ടൽ ചെയ്യുക, കറൻറ്റ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറൻറ്റ് ലാബിലിറ്റി ചെയ്തിട്ട് ആൻസറിൽ വരിക. ഓക്കെ.